കോട്ടയം വെച്ചൂരിൽ കടുത്ത ചൂടിനെ തുടർന്ന് കറവ പശു ചത്തു. കൊടുതുരുത്ത് സ്വദേശി ഇളംതുരുത്തിൽ മാർട്ടിൻ്റെ 10 വയസ്സ് പ്രായമുള്ള പശുവാണ് ചത്തത്. നിതിൻ തോമസ് ഉണ്ട് വിവരങ്ങളുമായി. നിതിൻ, ഈ വെച്ചൂർ എന്ന് പറയുമ്പോൾ തന്നെ പശുക്കളുടെ കേന്ദ്രമാണ്. വെച്ചൂർ പശു എന്നാൽ ലോകം തന്നെ ശ്രദ്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഇനവുമാണ്. മാത്രമല്ല മേഖല എന്ന് പറയുമ്പോൾ വലിയ ചതുപ്പുള്ള, തണുപ്പുള്ള, എപ്പോഴും വെള്ളമുള്ള പ്രദേശവുമാണ്. എങ്ങനെയാണ് ചൂടിൽ പശു ചാവുന്നത് അവിടെ? കനത്ത ചൂടാണ്, കൊടും വെയിലാണ്. അത് തന്നെയാണ് കാരണമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ സന്ധ്യയ്ക്കാണ് ഇത്തരത്തിൽ പശു ചാവുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇന്നലെ സന്ധ്യയ്ക്ക് മൂക്കിൽ നിന്ന് നുരയും പതയും വന്ന് വയറിളകിയതിനെ തുടർന്ന് അവശ നിലയിൽ വിറച്ചു വീഴുകയായിരുന്നു പശു. അതിനുശേഷമാണ് ഇത്തരത്തിൽ പശു ചത്തുപോകുന്നത്. കനത്ത ചൂടുണ്ട്, വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്നലെ രാവിലത്തെ അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ഒക്കെ വെയിലടിച്ചതാകാം ഇത്തരത്തിൽ പശു ചാവാനുണ്ടായ കാരണമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയം വെച്ചൂർ കൊടുതുരുത്ത് സ്വദേശി ഇളംതുരുത്തിൽ മാർട്ടിന്റെ 10 വയസ്സ് പ്രായമുള്ള പശുവാണ് ചത്തത്. ദിവസേന 13 ലിറ്റർ പാൽ ലഭിച്ചിരുന്നു എന്നാണ്. പശുവാണല്ലോ ഈ വെച്ചൂർ പശു എന്നൊക്കെ പറയുമ്പോൾ ആ മേഖല പ്രത്യേകമായി പരിഗണന അർഹിക്കുന്നതാണ്. അങ്ങനെ പ്രത്യേക പരിഗണന ഉണ്ടോ? ഇപ്പോൾ പ്രത്യേകമായി പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അവിടുത്തെ കർഷകർ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? നിലവിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കും വ്യക്തതയില്ല. പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ മാർട്ടിന്റെ മറ്റൊരു കറവ പശുവും ചത്തിരുന്നു. എന്നാൽ അതിൽ ഈ മൃഗാശുപത്രിയിൽ നിന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ എടുക്കുന്ന നടപടിക്ക് മുകളിൽ എന്തെങ്കിലും രീതിയിലുള്ള നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ വ്യക്തതയില്ല. പക്ഷേ ഇത്തരത്തിൽ വെച്ചൂർ എന്ന് പറഞ്ഞത് ഇപ്പം രതീഷ് പറഞ്ഞതുപോലെ തന്നെ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അവിടുത്തെ ഇനം പശുക്കളും അതുപോലെ തന്നെ ഒട്ടനവധി പശു ഫാമുകളും ഒക്കെയുള്ള സ്ഥലമാണ്. വളരെയധികം ചതുപ്പുകളും അല്ലെങ്കിൽ ഈ പശു വളർത്തലിന് അനുയോജ്യമായ കാലാവസ്ഥയും ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ വർഷത്തെ ഇത്തരത്തിൽ ഉണ്ടായ കടുത്ത ചൂട് അല്ലെങ്കിൽ വെയിലിനെ തുടർന്ന് ഇത്തരത്തിൽ പശുക്കളൊക്കെ മരിക്കുക എന്ന് ഈ ചത്തുപോവുക എന്ന് പറയുന്നത് തീർത്തും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത് തന്നെയാണ്.